എടോ പൈസ എത്ര വേണമെങ്കിലും തരാന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് വേണ്ടത് ആകെ 3-4 ഫോട്ടോസാ എന്റെ തീസസിന് വേണ്ടി. அம்மா பணம் இந்த வேலுச்சாமிக்கு ஒரு பிரச்சனையே கிடையாது. ஆனா எங்க ஓனர் கிட்ட பர்மிஷன் வாங்காம நீங்க இந்த விண்வில் ஃபார்ம்குள்ள வந்ததே தப்பு. ഓ പിന്നെ ഒന്ന് പോടോ. ഇവിടെ ഈ വിൻവിൽ ഫോം മാത്രമല്ലല്ലോ ഉള്ളത്. ഞാൻ വേറെ ഏതെങ്കിലും നോക്കിക്കോളാം. கோவப்படாதம்மா. அம்மா ஒரு நிமிஷம். இந்த ஏரியாவில் மொத்தமா 4300 விண்மில் இருக்கு. அந்த 4300 விண்மிலுக்கும் ஒரே ஓனர் தான், நம்ம ஓனரு. அவர்கிட்ட கேட்காம நீங்க எங்க போனாலும் எதுவும் பண்ண முடியாது. ഈശോയെ, ഇതുങ്ങളോടിനി വാന നിരീക്ഷണം, കാറ്റിന്റെ ഗതി എന്നൊക്കെ എങ്ങനെ തമിഴ് പറഞ്ഞ് മനസ്സിലാക്കും? என்னம்மா சொல்ற? എടോ തന്റെ ഓണർ ആരാണെന്നെങ്കിലും ഒന്ന് പറയടോ. மேடம் டோன்ட் வரி, எங்க ஓனர் யாருன்னு நான் சொல்றேன். பாத்தீங்களா நம்ம தலைவரோட டைமிங்க, சொல்லி முடிக்கிறதுக்குள்ள வந்துட்டாரு. தலைவரே, உங்களை பாக்குறதுக்கு வெளியூர்ல இருந்து ஒரு அம்மா வந்திருக்காங்க. വെളിയൂര് നമ്മയോ? അതാരടാ? കുരിശുപള്ളി മാതാവേ, ഇവളോ? നിക്കടാ അവിടെ. നീയായിരുന്നോ? നീ എന്നതാടി ഇവിടെ? നീ എന്താ ഇവിടെ? അതും ഈ ഫാൻസി ഡ്രസ്സിൽ. പൊന്നാര മോളെ താൻ തോന്നിനി, നീ തൽക്കാലം വണ്ടിയിലോട്ട് കയറ്, കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. വണ്ടിയിലോട്ട് കയറാൻ വരട്ടെ. അതിനു മുമ്പ് എനിക്കറിയണം, ഓട്ടമുക്കാലണയ്ക്ക് ഗതിയില്ലാത്ത വടക്കം വീട്ടിലെ ഈ താന്തോന്നി എങ്ങനെയാ ഇന്ത ഉലകത്തുക്ക് തലവരായത്? പണ്ട് 13ാമത്തെ വയസ്സില് അമ്മായിയുടെ മാല മോഷ്ടിച്ച കുറ്റത്തിന് തല്ലും മേടിച്ച് നാട് വിടാൻ കാളവണ്ടി കയറിയവൻ. കാളവണ്ടി അല്ലടി, കള്ളവണ്ടി. ആ, ഏതോ ഒരു വണ്ടി കയറി പോയവൻ എങ്ങനെ ഇതുവരെ എത്തി? ഏതായാലും കാര്യങ്ങളുടെ തുടക്കം ഒരു വണ്ടിക്കകത്ത് നിന്നായതുകൊണ്ട് നീ തൽക്കാലം ഈ വണ്ടിക്കകത്ത് കയറ്, ബാക്കി ഞാൻ വഴിയേ പറയാം. ജാതകം കൊച്ചുകുഞ്ഞിൻ്റെതായതുകൊണ്ടായിരിക്കും ആദ്യ സ്റ്റോപ്പ് ഈ റോഡിലെ ഒരു കള്ള് ഷാപ്പായിരുന്നു. നിമിത്തമോ നിയോഗമോ എന്നെനിക്കറിയില്ല, പക്ഷെ അവിടെ വെച്ച് ആദ്യമായിട്ട് മരിച്ച് മൺമറഞ്ഞു പോയ എന്റെ അപ്പനെ ഞാൻ ജീവനോടെ കണ്ടു. ഈ താന്തോന്നിയുടെ ഉത്തരവാദിയായ ദാവീദ് ലോപ്പസിനെ. എന്നിട്ട് ആ അപ്പനിപ്പോ ഉണ്ട്. ഓർമ്മകളുടെ കുറ്റബോധത്തിൽ സഹനത്തിന്റെ കണ്ണുനീര് കൊണ്ട് ഒരുപടി പുസ്തകങ്ങൾ എഴുതി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അന്ന് ആ അപ്പൻ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണീരോടെ പറഞ്ഞൊരു വാക്കുണ്ട്: അപ്പന്റെ മോൻ അപ്പനെ പോലെ വടക്കൻ വീട്ടിലെ പ്രതാപികൾക്ക് മുന്നിൽ തോൽക്കരുതെന്ന്, സമ്പന്നനാകണമെന്ന്. ആ വാക്ക് നെഞ്ചിലേറ്റി അവിടെ നിന്ന് തുടങ്ങി ജീവിക്കാൻ. ഈ റോഡിലെ കള്ള് ഷാപ്പിലെ മേശതുടപ്പുകാരനിൽ നിന്നും ബോംബെ ലിയോപോൾസ് കഫേയിലെ വെയിറ്ററിലേക്ക്, പിന്നീട് മാൽഡീവ്സ്, ഒരു ഫിലിപ്പീൻസുകാരൻ സായിപ്പിന്റെ റിസോർട്ടിലെ കിടക്കവിരുപ്പുകാരൻ. ഒടുവിൽ തിരിച്ചറിവിന്റെ പ്രായമായപ്പോൾ കൊച്ചുകുഞ്ഞ് വീണ്ടും കടൽ കടന്നു ദുബായിലേക്ക്. ആ നഗരമാണ് എന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. പക്ഷെ സ്വപ്നങ്ങളുടെ പർദീസായ ദുബായിൽ ഞാൻ എത്തിപ്പെട്ടത് ദഹ്റ ഫിഷ് മാർക്കറ്റിലാണ്. അവിടെ വെച്ച് ഞാൻ എൻ്റെ നന്ദനെ കണ്ടു. നന്ദനായിരുന്നു പിന്നീട് എൻ്റെ ജീവിതത്തിൽ സുഹൃത്ത്, വഴികാട്ടി, കൂടപ്പുറപ്പ്, എല്ലാം. അങ്ങനെ മനസ്സിൽ ലാളിച്ച് വളർത്തിയ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളച്ചു തുടങ്ങി. അപ്പനു വേണ്ടി സമ്പന്നനാകാനുള്ളൊരു മകന്റെ കുതിപ്പുകൾക്ക് നന്ദനും കൂട്ടായി. അങ്ങനെ എണ്ണം മറന്നുപോയ ദിനരാത്രങ്ങൾക്കിടയിൽ ഒരു രാത്രി കൊച്ചു, എന്തോ പ്രശ്നമുണ്ട്, നീ വണ്ടി തിരികെ. കൊച്ചു, രക്ഷകനായിട്ടായിരുന്നു രക്ഷിക്കാനായിട്ടായിരുന്നു അദ്ദേഹത്തെ എന്റെ കൺമുമ്പിൽ എത്തിച്ചത് എന്നെനിക്കറിയില്ല. ഹാഫിസ് അലി ഇബ്രാഹിം. പ്രാണൻ തിരിച്ചു നൽകിയതിന്റെ പ്രതിഫലമായിട്ട് എന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയത് ഒരു പുതിയ ജീവിതമായിരുന്നു. കൊച്ചുകുഞ്ഞിന്റെ ജീവിതകഥയോട് ഒരു കൗതുകം തോന്നിയതുകൊണ്ടായിരിക്കും കൂടെ നിൽക്കുന്നോ എന്ന വലിയ മനുഷ്യൻ അന്നെന്നോട് ചോദിച്ചു.
ലക്ഷ്യത്തിലെത്താൻ ഇറങ്ങി പുറപ്പെട്ടവന്റെ ജീവിതം ജയിച്ചു കാണിക്കാൻ. അങ്ങനെ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ വലങ്കൈയായി. പ്രത്യക്ഷത്തിൽ ഒരു ഷിപ്പിംഗ് കമ്പനി ആയിരുന്നുവെങ്കിലും നിയമത്തിന്റെ ഇരുവശങ്ങളിലുമായി ഗൾഫ് എമ്പാടും പടർന്നു കിടന്നിരുന്നു ഹാഫിസ് ഭായിയുടെ സാമ്രാജ്യം. മുഹമ്മദിന്റെ പുണ്യഭൂമിയിലെ വാഴ്ത്തപ്പെടാത്ത സുൽത്താനായിരുന്നു ഹാഫിസ് അലി ഇബ്രാഹിം. ബാപ്പയ്ക്ക് ഇതിന് തടസ്സം നിൽക്കാൻ എന്ത് അധികാരമാ ഉള്ളത്? മക്ക ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അംഗങ്ങളാ ഞങ്ങൾ 3 പേരും. ഇത് ഞങ്ങൾ കൊടുത്ത വാക്കാ. ഇത് നടക്കാതെ പോയ കോടികളുടെ നഷ്ടം മാത്രമല്ല സംഭവിക്കുക, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതാവും ഞങ്ങൾക്ക്. പറ്റാതാകണം, എന്നാലേ നീയൊക്കെ പഠിക്കൂ. കൊല്ലം കുറെയായി ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ നിഴലിൽ ജീവിക്കാൻ തുടങ്ങി ഞങ്ങൾ 3 പേരും. ഇനി ഞങ്ങൾക്കും വേണം ഒരു ജീവിതം. അതിന് വിളങ്ങ് തടിയായി നിൽക്കുന്നവരെ എങ്ങനെ ഒഴിവാക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അത് സ്വന്തം ബാപ്പയായാലും. മതിയടാ, വൈകാതെ ഒരു ദിവസം ഇത് കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇനി ഹാഫിസ് ഭായിയുടെ വീട്ടിലും ഈ ബാപ്പയുടെ മനസ്സിലും ഈ 3 മക്കൾക്ക് സ്ഥാനമില്ല. ഇറങ്ങിക്കോണം ഇപ്പോ, ഈ നിമിഷം. വന്നല്ലോ വിശ്വസ്തനായ വാലാട്ടി പട്ടി. കിളവൻ ചത്തൊടുങ്ങുന്നതിന് മുമ്പേ 4 കാശ് സമ്പാദിച്ച ഒരു ജീവിതം ഉണ്ടാക്കാൻ നോക്കടാ. എന്താ ഭായ് പ്രശ്നം? പ്രശ്നം എന്റെ വിധിയാണ്. ജന്മം കൊടുത്ത മക്കളായി പോയില്ലേ. കർമ്മം കൊണ്ട് ഒഴിഞ്ഞാലും ധർമ്മം കൊണ്ട് ഒഴിയില്ലല്ലോ ആ ബന്ധം. മെക്ക ഷിപ്പിംഗിന്റെ ബാനറിൽ കറാച്ചിയിലേക്ക് ഒരു കണ്ടെയ്നർ RDX കടത്താനുള്ള കാശും വാങ്ങി വന്നിരിക്കുക ഹറാം പിറന്നവന്മാര്. ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ കയ്യില് ഇന്ന് വരെ ഒരു നിരപരാധിയുടെയും ചോര വീണിട്ടില്ല. ഇനി വീഴ്ത്തിക്കയില്ല ഞാൻ. നന്ദ, എനിക്ക് പേടിയാവുന്നടാ. സ്വന്തം ബാപ്പയാണെന്ന് പോലും അവന്മാർ നോക്കില്ല. എന്തിനും മടിക്കാത്തവരാ. പേടിക്കാതിരിക്കും കൊച്ചു, നീയില്ലേ കൂടെ. പോരാത്തതിന് അയാളെ ദാനം കൊടുത്ത ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ പ്രാർത്ഥനയും. ഹലോ ഭായ്. ചതിയായിരുന്നു. സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ച ആ മനുഷ്യന്റെ കൊലപാതക കുറ്റം എന്റെ തലയിൽ കെട്ടിവെച്ചതിന്റെ പേരിൽ 4 കൊല്ലം നരകിച്ചു ഞാൻ ദുബായ് ജയിലിൽ. 4 കൊല്ലം വേണ്ടി വന്നു എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടാൻ. ഒടുവിൽ തെളിയിക്കപ്പെട്ടതിന്റെ പിന്നിൽ എന്റെ ജീവിതത്തിലെ അടുത്ത അധ്യായമായിരുന്നു അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മ. பல வருஷங்களுக்கு முன்னாடியே அவர் பிள்ளைங்களை பற்றி அவருக்கு தெரிஞ்சிருக்கு. அதனால தான் அவர் கஷ்டப்பட்டு சம்பாதிச்ச சொத்தை அவங்க பேருக்கு அவர் எழுதி வைக்கல. ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ സാമ്രാജ്യം ഇനി നിന്റെ കയ്യിലാണ്. പകർന്നു കിട്ടിയ ഉത്തരവാദിത്വത്തിന്റെയും സംരക്ഷിക്കാൻ കിട്ടിയ സാമ്രാജ്യത്തിന്റെയും ബലത്തിൽ അങ്ങനെ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് ഭായിയായി. വഴികാട്ടിയായ അച്ഛനും
വഴിമുടക്കിയായി വളർത്തുമകനും കൂടെയില്ലാതെ വന്നപ്പോൾ ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ മക്കൾ സ്വയം നശിക്കുകയായിരുന്നു. ഒരു തെറ്റിൽ നിന്നും മറ്റൊരു തെറ്റിലേക്ക്. പക്ഷെ ഒടുവിൽ പിടിക്കപ്പെട്ടു. ഇവിടെ ഇന്ത്യയിൽ വെച്ച് തൂത്തുക്കുടി ഹാർബറിൽ വന്നിറങ്ങിയ 2 കാർട്ടൺ AK-56 റൈഫിൾസ് തമിഴ്നാട് പോലീസ് കണ്ടെടുത്തു. ജീവപര്യന്തമായിരുന്നു. അത് പിന്നീട് പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ബലത്തിൽ 5 വർഷമായി ഇളവിയത് കിട്ടി. ഒരു കണക്കിന് ഇങ്ങനൊരു ഫ്ലാഷ് ബാക്ക് ഓപ്പൺ ചെയ്യാൻ ഇന്ന് എന്തുകൊണ്ട് നല്ല ദിവസമാണ്. ഹാഫിസ് ബായുടെ മക്കളുടെ 5 വർഷത്തെ ജയിൽവാസം ഇന്ന് അവസാനിക്കുകയാണ്. കൊച്ചുഞ്ഞെ, നിന്റെ അപ്പനെ എനിക്കൊന്ന് കാണാൻ പറ്റൂടാ? കാണും. നീ മാത്രമല്ല, വടക്കൻ വീട്ടിലെ എല്ലാ പ്രമാണിമാരും എൻ്റെ അപ്പനെ കാണും വൈകാതൊരു ദിവസം. പക്ഷെ അതിനു മുമ്പ് കഴിഞ്ഞ 6 വർഷങ്ങളായി ഞാൻ ചുമക്കുന്ന ഒരു ഭാരം നാളെ ഇറക്കി വെക്കാൻ പോവാണ്. எதுக்காக அர்ஜென்ட்டா என்ன பார்க்கணும்னு சொன்னேன்? என்ன? പണ്ടിതേ കൈകൊണ്ട് എനിക്ക് തന്നതാ. ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ സമ്പാദ്യം എന്റെ പേർക്ക് എഴുതി വെച്ചതിന്റെ പ്രമാണം. 6 കൊല്ലം സ്വന്തം മകന്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണിത്. ഇതിന്റെ പേരിലാണ് ആ ചോരയിലുണ്ടായ മക്കൾക്ക് എന്നോട് ശത്രുതയെങ്കിൽ അതിങ്ങനെ അങ്ങ് തീരട്ടെ. எதுக்காக என்ன இவ்வளவு தூரம் கூப்பிட்டு இதையெல்லாம் சொல்லிட்டு இருக்கு? அவர் இப்போ ജയിലിലായിരുന്നു ഇന്നലെ വരെ. 5 കൊല്ലത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കാൻ നല്ലത് ശർമാജി തന്നെയാണെന്ന് എനിക്ക് തോന്നി. நன்னாய். உன் நல்ல மனசுக்கு நீ எவ்வளவோ சம்பாதிச்சிட்ட. இந்த சொத்துக்காக அவங்களுக்கு உன் மேல இருக்கிற பகை முடியுதுன்னா அது முடியட்டும். போறேன். என்னடா நினைச்ச? வாழ்க்கை பூரா எங்களை கம்பிக்கு பின்னாடி ஜெயிலே வச்சிடலாம்னு நினைச்சியா? தெரியல, சொல்றேன். நான் அன்வர் அலி. உன் பழைய பாஸ் ஹாஃபிஸ் அலி இப்ராஹிமோட ரத்தத்துல பிறந்த அந்த 3 பசங்கள்ல சின்ன தம்பி. சின்ன தம்பி என்கிட்டயே சொல்ற? ஏன் தம்பி இப்படியெல்லாம் பேசிட்டு இருக்க? நான் உங்களை பார்க்கத்தான் வந்துட்டு இருக்கேன். நாங்களும் உன்னை பார்க்க தான் வந்துட்டு இருக்கோம், வேற எதுக்கும் இல்ல. நாங்க வீட்டுல போய் படுக்கிறது முன்னாடி உன்னை தெக்க வடக்க பார்த்து படுக்க வச்சு உன் தலைக்கு மேல ஒரு விளக்க வச்சு உன்னை நிரந்தரமா தூங்க வைக்க போறோம். தாலாட்டு பாடலாமா? என்ன ஒண்ணும் பண்ணிடாத. நான் நியாயத்துக்காக தான் வாதாடிட்டு இருக்கேன். உங்க சொத்தை எல்லாம் நீ சொல்றது கேட்கறதுக்கு நாங்க தயாரல்ல. இனிமே நீ நியாயம் பேசுறதுக்கு நாக்கில்ல, உன் கோர வழியே இருக்காது.
നന്ദ, എവിടെ ഉണ്ടാവന്മാര്? ഇന്ന് രാത്രിയിലെ ഫ്ലൈറ്റിന് ദുബായിക്ക് പോയെന്ന് അറിഞ്ഞത്. ഭായ